ബീട്രൂട്ട് വെച്ചിട്ട് ഒരു അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. അതാ നമുക്കുണ്ടല്ലോ സ്കിന്ന് നല്ല നിറം വെക്കാനൊക്കെ ആയിട്ട് നല്ല കേട്ടോ. നല്ലൊരു ഫൗണ്ടേഷൻ്റെ കളറല്ലേ, നമുക്ക് സ്കിന്നിൽ ടാനൊക്കെ മാറാനൊക്കെ ആയിട്ടും സ്കിന്ന് നിറം വെക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ. ഒരു ചെറിയൊരു പീസ് ബീട്രൂട്ടിൻ്റെ അതായത് ഇതുപോലെ ഒരു കുഞ്ഞ് പീസ് എടുത്താൽ മതി, ഒരുപാട് എടുക്കണ്ട കേട്ടോ. അപ്പോൾ അതേപോലെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി നമുക്ക് ചെറിയ മിക്സിയുടെ ജാറിലൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതുപോലെ ഒന്ന് അടിച്ചെടുത്തോ. ശരിക്കും അടിഞ്ഞൊന്നും വരുന്നൊന്നുമില്ല, എന്നാലും അതിൻ്റെ ചാറ് കുറച്ച് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുറച്ച് ചാറ് അതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാക്ക് ഉണ്ടാക്കാം കേട്ടോ. പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് വറുത്തരിപ്പൊടിയില്ലേ, നമ്മൾ അപ്പത്തിന് പൊട്ടിനൊക്കെ എടുക്കുന്നത് ആ വറുത്തരിപ്പൊടി 2 സ്പൂൺ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് മുൾട്ടാണി മിട്ടി ചേർത്ത് കൊടുക്കാം. മുൾട്ടാണി മിട്ടി എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് സ്കിന്നിന് നിറം വെക്കാൻ നല്ലതാണ്, ടാനൊക്കെ മാറും. അത് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ തേക്കാൻ പറ്റിയ നല്ലൊരു ഇതാണ്. അപ്പം മുൾട്ടാണി മിട്ടി ആർക്കെങ്കിലും 1 കിലോയുടെ ഓഫർ പ്രൈസിന് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്തോട്ടോ. 1 കിലോയ്ക്ക് 100 രൂപയ്ക്കാണ് വരുന്നുള്ളൂ, വേണമെങ്കിൽ കയറി വാങ്ങിച്ചോട്ടോ. അപ്പോൾ 2 സ്പൂൺ മുൾട്ടാണി മിട്ടിയും ഒരു സ്പൂണോളം വരുന്ന രീതിയിൽ മഞ്ഞൾപ്പൊടി, പിന്നെ ആ ഒരു എന്താ നമ്മുടെ ഇതിൻ്റെ ചാറില്ലേ അതുകൊണ്ട് കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മുടെ കടലമാവാണ് കേട്ടോ. ഈ കടലമാവ് തേച്ച് കൊടുക്കുകയാണെങ്കിലും സ്കിന്നിന് നിറം വെക്കാൻ നല്ല. ഞാനൊരു നുള്ള് പാല് ചേർത്തായിരുന്നു കേട്ടോ. അപ്പം പാല് അല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുത്താലും നല്ലതാണ്. അപ്പം ഇതുപോലെ ഇത്തിരി കൂടെ വെള്ളം നമ്മുടെ ബീട്രൂട്ടിൻ്റെ നീരും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും ആ ഒരു ഫൗണ്ടേഷൻ്റെ ഒക്കെ കളറില്ലേ, നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഫേസിലിടുന്ന ആ ഒരു ഇതിൻ്റെ കളറാണ്. ഇതാ കണ്ടില്ലേ. എന്നിട്ട് നമുക്കിതൊന്ന് ഫേസിൽ നന്നായിട്ട് ഫേസൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം ഫേസിൽ തേച്ച് കൊടുക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ വൈറ്റമിൻ എയുടെ ക്യാപ്സൂൾ പറഞ്ഞാൽ പൊട്ടിച്ചെടുത്ത് ഒഴിക്കാം. ഫ്രിഡ്ജിൽ 2 ആഴ്ചയ്ക്ക് ഇരുന്നാലും കേടുവരില്ല. പിന്നെ 2 തുള്ളി ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് സ്കിന്നിൽ ചുളിവുകൾ വീഴാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. സ്കിന്ന് ഒരു ആൻറ്റി ഏജിങ് ഫേസ് ക്രീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 2 തുള്ളി ഗ്ലിസറിൻ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നേരം ഫേസിൽ തേച്ചിട്ട് അതുപോലെ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞു കേട്ടോ. അപ്പം മുൾട്ടാണി മിട്ടിയും നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സൂളും ഗ്ലിസറിനും ഓഫർ പ്രൈസിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ മലയാളം എഴുതിയേക്കുന്നുണ്ടോ, ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ വാങ്ങാനുള്ള ലിങ്ക് ഇട്ടിട്ടോ, അപ്പോൾ കയറി വാങ്ങിച്ചോ.